So do you think that Bondi incident may have taught Albanese, Macron and Starmer a huge lesson? I do not think so. I don't think that they can do anything because they lost. ഇവര് അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ചേഞ്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബുള്ളീസ് കനോട്ട് ബി അപ്പീസ്ഡ്. ഐ റിപ്പീറ്റ്, ഈ മാധ്യമത്തിലൂടെ ഞാൻ വീണ്ടും വീണ്ടും പറയും, ഒരിക്കലും ബുള്ളികളെ അപ്പീസ് ചെയ്യാൻ പറ്റില്ല. അപ്പീസ് ചെയ്ത് എങ്ങനെയാണ് ഇപ്പൊ തന്നെ ഇതിനകത്ത് നോക്കാം. അവിടെ അഹമ്മദ് എന്ന് പറയുന്ന ഒരാള് അത് ഇടപെട്ടു. അങ്ങനെ കുറെ ആളുകളെ കണ്ടെത്തുക. അപ്പൊ അയാളെ അയാൾക്ക് വേണ്ടി പിരിക്കുന്നു, അയാളെ പോയി പ്രധാനമന്ത്രി കാണുന്നു. ഇതേപോലെ അക്രമികളുടെ മേളിൽ ചാടി വീഴുകയും അവരെ നിരായുധരാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കൊല്ലപ്പെട്ട ഒരു ദമ്പതികളുണ്ട് അതിനകത്ത്. അവരുടെ കമ്മ്യൂണിറ്റി ഇത് ഈ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, പുള്ളിയുടെ കമ്മ്യൂണിറ്റി ഇതായതുകൊണ്ട് ഇത് വെച്ച് ഇങ്ങനെ അനത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും അയാൾ ചെയ്ത നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, മതം നശിപ്പിക്കാത്ത ഒരു ധാർമ്മികത എല്ലാവർക്കും ഉണ്ടാവും. കുറെ പേര് അതിനകത്ത് ആക്ട് ചെയ്യും. അതിന് ധൈര്യം വേണം, താല്പര്യം വേണം, അവിടെ ഉണ്ടാവണം, ഒരുപാട് കാര്യങ്ങൾ നടക്കണം. ഇങ്ങനെ ഓരോ അക്രമം ഉണ്ടാകുമ്പോഴും ആ അക്രമത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം, അതിനകത്തെ ആ ജ്യോത വിരുദ്ധത, അതും ഒരു ന്യൂനപക്ഷത്തിനെതിരെയുള്ള ഒരു കൊലവിളിയാണ്. ആ കൊലവിളിയിൽ എല്ലാവരെയും അതിനകത്ത് പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അതിന്റെ ഒരു രൂക്ഷതയും പ്രശ്നവും നല്ല ആളുകൾ ഇവിടെ സംസാരിക്കുന്നത്. ഈ ഒരാൾ എന്ന് ഇയാളെ നിരായുധത്തിന് ശ്രമിച്ചു, അതുമല്ല, അയാളുടെ കമ്മ്യൂണിറ്റി അതാണ് ആഘോഷിക്കപ്പെടുന്നത്. എത്ര സെക്ടേറിയനും കമ്മ്യൂണലുമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അയാളുടെ കമ്മ്യൂണിറ്റി അതെല്ലാവരും അതപ്പം ഇല്ലാത്ത ഒരു വാദമാണ്. അതായത് എന്താണ്, എല്ലാവരും ഒരിക്കലും അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. അത് ഒരു പോപ്പുലേഷനിൽ നടക്കില്ല. പോപ്പുലേഷൻ DDT അടിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, കുറെ ഉറുമ്പ് ചാവാതെ കിടക്കും. അപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ലോകത്ത് ആരും പറയുന്നുമില്ല, പറയാൻ ശരിയാവില്ല. അങ്ങനൊരു വാദമില്ല. അങ്ങനെയാണ് വാദം എന്ന് വരുത്തി തീർക്കുക, അതിനെ തിരുത്തി രണ്ടും വ്യാജം. അങ്ങനെയാണ് വാദം, അതുകൊണ്ട് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ ഇന്നതാണ്, അതുകൊണ്ട് മറ്റേത് തെറ്റാണ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ ഭീകരവാദം എന്ന് പറയുന്ന ഭീകരത ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ മനുഷ്യർ, ഇതിനകത്തുള്ളവരും പുറത്തുള്ളവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അഡ്രസ് ചെയ്യുക. അതിന്റെ കോർ പ്രശ്നം എവിടെയാണ്? ഇസ്ലാം ചെയ്യുന്ന ക്രൂരത, മറ്റുള്ളവരുടെ മേൽ ചെയ്യുന്ന ക്രൂരതയെല്ലാം ഇരകളുടെ മേൽ ആരോപിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. ഇതൊക്കെ നിർത്തണ്ടേ? ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ നോക്കണേ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ലൈവിൽ തന്നെ പറഞ്ഞോണം, ജോസഫ് മാഷിന്റെ കൈവെട്ടി, ഒരു കൂട്ടർ കൈവെട്ടിയിട്ട് വേറൊരു കൂട്ടർ രക്തം കൊടുത്തു എന്നൊരു വാർത്ത. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് രക്തം കൊടുത്തത്? അല്ലെ അവര് കൊടുത്താൽ എന്താണ് പ്രത്യേകത? വേറെ പലരും രക്തം കൊടുത്തു കാണും, അതിനെന്താ വാർത്തയില്ലാത്ത? എന്തിനാണ് ഈ വാർത്ത ആഘോഷിക്കുന്നത്? ഇത് ഇവന്റെ പ്രൊപ്പഗാൻഡയാണ്. ഇവൻ ഇതിലൂടെ എന്തോ മലമറിച്ച് ഈ ഭീകരതയെ ന്യൂട്രലൈസ് ചെയ്യാൻ, നോർമലൈസ് ചെയ്യാനായിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. കാശ്മീരിലെ ഇതേ കണക്കൊരു വിഷയം വന്നു, ഒരാൾ എതിർത്തു നിന്നു, അയാൾ കൊല്ലപ്പെട്ടു. ഒരുപക്ഷെ ഒന്നില് ഇയാളുടെ മതം ഈ വന്നവന്മാർക്ക് അറിയുന്നുണ്ടാവില്ല, അതാണോ കാരണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അയാൾ കൊല്ലപ്പെട്ടു. ദാരുണമായ സംഭവം. അയാളെ സഹായിക്കാൻ ശ്രമിച്ച കാര്യം വലിയൊരു ജസ്റ്റർ തന്നെയാണ്. ഇറ്റ്സ് വെരി പോസിറ്റീവ് ജസ്റ്റർ. ബട്ട് അവിടെ നടന്നത് എന്താണ്? മനുഷ്യരുടെ വസ്ത്രം ഉയർത്തി നോക്കി അവരെ കൊല്ലുക. അതിനെ എങ്ങനെ ഇതൊക്കെ വെച്ച് നോർമലൈസ് ചെയ്യും? ഒരു കുതിരക്കാരനോ ഒരു രക്തം കൊടുത്തവനോ അല്ലെങ്കിൽ ഇങ്ങനെ മേളിൽ ചാടി വീണവനോ. അതുകൊണ്ട് ഈ പ്രശ്നം മനസ്സിലായി. ഇങ്ങനെ ചാടി വീഴാനും രക്തം കൊടുക്കാനോ ആളുകൾ ഇല്ലാത്തടത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ഒരു ദിവസം എത്ര എണ്ണം വെച്ച് നടക്കുന്നത്? ഒരു വർഷം എത്രയാണ്? ആയിരക്കണക്കിന്. ആഫ്രിക്കയിലൊക്കെ ഇപ്പൊ തന്നെ ഈ ഞാൻ ഇന്ന് സുഡാനിലെ ഒരു വാർത്ത വായിച്ചു. അതിമാരകമായ ദുരന്തങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്.